പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2026 മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നണികൾ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥി ചർച്ചകൾ വളരെ ഒരു എംബ്രിയോണിക് സ്റ്റേജിലാണ് നിൽക്കുന്നത്. എന്നാൽ ഒരു മത്സരം സംബന്ധിച്ച് ഏതാണ്ടൊരു ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ട്. ഒരു മണ്ഡലത്തിലെ ഒരു മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തത ഏതാണ്ട് ഉണ്ടായിട്ടുണ്ട്. അത് വടക്കൻ മലബാറിലെ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ബേപ്പൂർ എന്ന് പറഞ്ഞ മണ്ഡലം തനി ചുകപ്പൻ മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ അല്ലാതെ ഒരു സ്ഥാനാർത്ഥി അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അവിടെ ഇളമരം കരീം ജയിച്ചിട്ടുണ്ട്, VKC മുഹമ്മദ് കോയ ജയിച്ചിട്ടുണ്ട്. ജയിച്ചവരെല്ലാവരും ഇടതുപക്ഷക്കാരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് വടക്കൻ മലബാറിലെ ഒരുപക്ഷെ ഏറ്റവും ചുവന്ന മണ്ഡലമായി നമുക്ക് ബേപ്പൂരിനെ കണക്കാക്കാം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ വടക്കൻ മലബാറിലെ ഏറ്റവും ചുവപ്പൻ മണ്ഡലം ആയതുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ അമ്മായി അച്ഛൻ തൻ്റെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസിനെ ബേപ്പൂർ നിർത്തിയത്. കാരണം വേറെ ഏത് മണ്ഡലത്തിൽ നിന്നാലും ജയസാധ്യതയെക്കുറിച്ചിട്ട് സംശയമുള്ളത് കൊണ്ടായിരിക്കാം വടക്കൻ മലബാറിലെ ഏറ്റവും ചുവന്ന ഉറപ്പുള്ള മണ്ഡലത്തിൽ നിർത്തി ജയിപ്പിച്ചു, മന്ത്രിയാക്കി, പൊതുമരാമത്ത് വകുപ്പ് കൊടുത്തു, ടൂറിസം വകുപ്പ് കൊടുത്തു, സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവന്നു, കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നടക്കാതെ പോയി. അപ്പം അതാണ് ബേപ്പൂർ മണ്ഡലം, മുഹമ്മദ് റിയാസ്. സുഹൃത്തുക്കളെ, ആ ചുവന്ന മണ്ഡലത്തിൽ വടക്കൻ മലബാറിലെ CPMൻ്റെ ഏറ്റവും വലിയ ചുവപ്പ് കോട്ടയിൽ 2026 മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്ന മത്സരം എന്തായിരിക്കും എന്നത് സംബന്ധിച്ച് ഏതാണ്ടൊരു ധാരണ ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കുന്നു. അവിടെ മരുമകനെ എതിർക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത് ശ്രീമാൻ PV അൻവർ എന്ന് പറയുന്ന 2 ടൈം നിലമ്പൂർ MLA ആണ്. അദ്ദേഹത്തെ UDF അങ്ങോട്ടേക്ക് ഇറക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പ്രാഥമികമായി അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു എന്നും മനസ്സിലാക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, ഒറ്റ നോട്ടത്തിൽ വടക്കൻ മലബാറിലെ ഏറ്റവും വലിയ ചുവപ്പ് കോട്ടയായതുകൊണ്ട് അൻവർ അവിടെ നിന്നാൽ എന്ത് കാര്യം എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ ഒരു സംശയവും വേണ്ട, അവിടെ കടുത്ത മത്സരം നടക്കും. അവിടെ ഒരുപക്ഷെ PV അൻവർ 2026 മെയ് മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ചരിത്രം കുറിച്ചുകൊണ്ട് ജയിച്ചു വന്നാൽ പോലും അത്ഭുതമില്ല എന്ന് വാദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി അത് ചർച്ച ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെന്തുകൊണ്ടാണ് എന്നാണ് എനിക്ക് ഇനി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാം. അവിടുത്തെ വോട്ടിൻ്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കിയാൽ, വോട്ടിൻ്റെ ശതമാന കണക്കുകളൊക്കെ നോക്കിയാൽ CPMനുള്ള ജയസാധ്യത അവിടെ നമ്മൾ കാണുന്നു. പക്ഷേ രാഷ്ട്രീയത്തിൽ 1+1=2 എന്നല്ലല്ലോ. അതാണല്ലോ ഇപ്പോൾ തെളിഞ്ഞത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ടിൻ്റെ കണക്കുകളൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷം ആയിരുന്നു ജയിക്കേണ്ടത്. ഇവിടെ തോറ്റ് അമ്പിയല്ലോ, ആട്ടപടലം തോറ്റ് തുന്നം പാടിയല്ലോ എന്ന് പറഞ്ഞതുപോലെ ബേപ്പൂരിൽ നിന്ന് PV അൻവർ നിയമസഭയിലെത്തിയാൽ പോലും അത്ഭുതമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കാരണങ്ങൾ എന്താ? അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ റിയാസ് എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്നുള്ളതിനപ്പുറത്ത് റിയാസിനെ ഒരു പ്രത്യയശാസ്ത്രമായി നമ്മൾ വിലയിരുത്തണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. റിയാസ് എന്ന് പറയുന്ന ഈ മരുമകൻ പിണറായി വിജയൻ്റെ മരുമകൻ എന്നുള്ളതിനപ്പുറത്ത് കേരളത്തിലെ CPMൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീർണതയുടെ ഒരു പ്രതിരൂപമായിട്ട് കൂടി അയാളെ നമ്മൾ കണക്കാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിലെ CPMൽ പിണറായി വിജയൻ നേതൃസ്ഥാനം എടുത്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള ആഴത്തിലുള്ള ജീർണതയുടെ ഒരു പ്രതിരൂപമാണ് ഈ മുഹമ്മദ് റിയാസ്. കാരണം CPMൽ ഈ പറഞ്ഞ പോലെ മക്കളിസവും മരുമോനിസവും ഒന്നും ഇല്ലല്ലോ, നമുക്ക് അറിയാമല്ലോ. അതൊക്കെ UDFലാണല്ലോ. CPMൽ ആദ്യമായിട്ടാണ് ഒരു മരുമോഗനിസം, ഈ പറഞ്ഞ പോലെ മരുമോനിസം, അതായത് ഈ അൻവർ ആണ് ആ വാചകം കൊണ്ടത്,
മരുമകനെ കൊണ്ടിരുന്നു, ഉറച്ച മണ്ഡലത്തിൽ നിന്ന് ജയിപ്പിക്കുന്നു, പ്ലമ്മായിട്ടുള്ള പോസ്റ്റുകൾ കൊടുക്കുന്നു, മരുമകനെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൊണ്ടിരുന്നു, മരുമകനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടിരുന്നു. അതൊക്കെ തന്നെ CPM-ന്റെ ഒരു ജീർണതയുടെ ഒരു ലക്ഷണമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഈ മുഹമ്മദ് റിയാസിന് കിട്ടിയ പ്രാധാന്യമെല്ലാം തന്നെ പിണറായി വിജയന്റെ മരുമകൻ എന്നുള്ളത് നിലയിൽ ആണ്. സ്വാഭാവികമായും റിയാസ് എന്ന് പറയുന്ന ആ പ്രതിരൂപത്തിനെതിരായിട്ടുള്ള ഒരു സിംബോളിക്ക് ആയിട്ടുള്ള ഒരു മത്സരമാണ് അവിടെ അൻവറിൻ്റെ നേതൃത്വത്തിൽ ഉരുത്തിരിഞ്ഞു വരിക എങ്കിൽ അൻവർ അവിടെ നിന്ന് വിജയശ്രീ ലാളിതനാവാനുള്ള സാധ്യത ചെറുതല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, പിണറായി വിജയന്റെ വിശ്വസ്ത വിനീത വിധേയനായിരുന്നു. അവസാനം പിണറായി വിജയനുമായി പ്രത്യശാസ്ത്രപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള തർക്ക വിതർക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ മുന്നണിയിൽ നിന്ന് പോരുകയും പിന്നീട് മത്സരിക്കുകയും പിന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തെറ്റില്ലാത്ത നിലയിലുള്ള വോട്ട് നേടുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരർത്ഥത്തിൽ UDF നടത്തിയതിനേക്കാൾ ശക്തമായിട്ടുള്ള സമരം പിണറായി വിജയന്റെ പ്രത്യയശാസ്ത്രത്തിനെതിരെയും രാഷ്ട്രീയത്തിനെതിരെയും നടത്തിയത് അൻവറാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് നമ്മൾ പറയേണ്ടി വരും എന്ന് എനിക്ക് സൂചിപ്പിക്കും. ഞാൻ അൻവറിനെ ഒരുപാട് വിമർശിച്ചിട്ടുള്ള ആളാണ്. അൻവറിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോൾ നിലനിർത്തുന്ന ആളും കൂടിയാണ്. പക്ഷേ അതെല്ലാം നിലനിർത്തുമ്പോൾ തന്നെ പിണറായി വിജയൻ മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രത്തിനെതിരെയും പിണറായി വിജയൻ മരുമോനെ കൊണ്ടുവന്നതിൻ്റെ ഭാഗമായി പിന്നെ നടപ്പാക്കുന്ന പ്രത്യയശാസ്ത്രത്തിനെതിരെയും പ്രത്യയശാസ്ത്രപരമായും രാഷ്ട്രീയപരമായും സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അൻവർ എന്ന് പറയുന്നതിനകത്ത് എനിക്ക് യാതൊരു മടിയുമില്ല. പിണറായിസം മരുമോനിസം എന്ന് പറഞ്ഞ് 2 ഇസങ്ങളെക്കുറിച്ച് മലയാളിയെ ബോധ്യപ്പെടുത്തി തന്ന ആള് PV അൻവറാണ്. അതുകൊണ്ട് തന്നെ ഈ PV അൻവർ മുഹമ്മദ് റിയാസിനെതിരെ നടത്താൻ പോകുന്ന ഈ സമരം വടക്കൻ മലബാറിൽ പിണറായി വിജയൻ കൊണ്ടുവന്ന ഈ പുതിയ ജീർണിച്ച പ്രത്യയശാസ്ത്രത്തിനെതിരായിട്ടുള്ള മത്സരങ്ങളുടെ ഒരു കുന്തമുന ആവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് എനിക്ക് സൂചിപ്പിക്കാം. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട ഒരു തലം എന്ന് പറയുന്നത് പിണറായി വിജയനെതിരായിട്ടുള്ള പിണറായി വിജയൻ കൊണ്ടുവന്ന ഈ ജീർണിച്ച സംസ്കാരത്തിനെതിരായിട്ടുള്ള സമരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലല്ലോ. പ്രത്യേകിച്ച് UDF-ന്റെ നേതൃത്വത്തിൽ ജനങ്ങളോട് ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പിന്നെ ഈ പൊതുസമൂഹത്തിലും പ്രത്യേകിച്ച് പാർട്ടിയിലും ഉണ്ടായിട്ടുള്ള ഈ വലിയ ജീർണതകളായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലല്ലോ. അപ്പോൾ ആ സമരത്തിൻ്റെ മലബാറിലെ ഒരു കുന്തമുനയായി ബേപ്പൂരിലെ മുഹമ്മദ് റിയാസിനെതിരായിട്ടുള്ള അൻവറിൻ്റെ മത്സരം രൂപാന്തരപ്പെടാനുള്ള വലിയ സാധ്യതയാണ് ഞാൻ കാണുന്നത്. അൻവർ കഴിഞ്ഞ 1.5 വർഷക്കാലം 2 വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങൾ, അൻവർ ഈ പറഞ്ഞതുപോലെ പിണറായി വിജയൻ്റെ ഈ RSS അനുകൂല നിലപാടിനെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങൾ, പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ന്യൂനപക്ഷ വിരുദ്ധതയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങളിൽ അയാൾ കൊണ്ടുവന്ന വിഷയങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതൊക്കെ തന്നെ ഈ ബേപ്പൂരിലെ പിന്നെ മത്സരത്തിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളായി ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് വടക്കൻ മലബാറിൽ പിണറായിയുടെ ഈ ജീർണിച്ച പ്രത്യയശാസ്ത്രത്തിനെതിരെയും രാഷ്ട്രീയത്തിനെതിരെയും പോരാടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നണി പോരാളിയായി വടക്കൻ മലബാറിലെ ജനങ്ങൾ അൻവറിനെ കാണാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഭാഗമായി പിണറായിസത്തിനെതിരെ അൻവർ ബേപ്പൂരിൽ നടത്തുന്നൊരു സമരം വടക്കൻ മലബാറിൽ നടത്തുന്ന സമരങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാട്ട വേദിയായി മാറാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ 2026 മെയ് മാസത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വടക്കൻ മലബാറിൽ CPM-ന്റെ ഏറ്റവും വലിയ ചുവപ്പ് കോട്ട വീഴാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അൻവർ ബേപ്പൂരിൽ ഒരു തേരോട്ടം നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ CPM-ന്റെ അണികളുടെ ഇടയിൽ തന്നെ വലിയ വിള്ളലുണ്ടാക്കാൻ അൻവർ എന്ന രാഷ്ട്രീയ പ്രവർത്തകന് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മരുമകൻ അല്ലെങ്കിൽ മരുമോനിസത്തിനെതിരായിട്ടുള്ള ഒരു വലിയ വിധിയെഴുത്തായി ബേപ്പൂരിലെ തെരഞ്ഞെടുപ്പ് മാറാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ആദ്യമായി
ബേപ്പൂരിൽ UDFന്റെ ഒരു സ്ഥാനാർത്ഥി വിജയിക്കാനുള്ള ഒരു സാധ്യതയും ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ തുടക്കം എന്നുള്ള നിലയിലാണ് ബേപ്പൂരിൽ ഇപ്പോൾ അൻവർ പ്രചരണം ആരംഭിച്ച ആ സംഭവ വികാസത്തെയും നമ്മൾ കാണാൻ എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കുന്നത്.